ഈശോയ്ക്ക് തെറ്റുപറ്റിയോ? യേശുക്രിസ്തുവിന് തെറ്റുപറ്റിയോ? ചിലരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാവാം ഇത്. എന്നിലും യൂദാസ് കറിയോത്തായുടെ തിരഞ്ഞെടുക്കലിനെ പറ്റിയല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അത് ശരിയുമാണ്. യൂദാസ് അല്ലാതെ മറ്റൊരു ശിഷ്യനും അത്രയും നീതിരഹിതമായി ചെയ്യാനാകുമെന്നും കരുതാനാവില്ല. പണം സൂക്ഷിക്കുന്നവർക്കല്ലേ മനസാക്ഷി ഇല്ലാതാവൂ. അത് അന്നും ഇന്നും ഒരുപോലെയാണ്. നമ്മുടെ സഭകളിലും അങ്ങനെ തന്നെയല്ല. അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതും അതുകൊണ്ടാകാം. പണം സൂക്ഷിക്കുന്നവർക്കല്ലേ മനസാക്ഷി ഇല്ലാതാകൂ. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നമ്മുടെ സഭകളിലും അങ്ങനെ തന്നെയാണിപ്പോൾ. അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ ആകാം. ദൈവത്തിന് പ്രീതികരമായതാകില്ലെന്നത് അവരുടെ സ്വർഗീയ പ്രവേശന സമയത്തല്ലേ അറിയാനാവൂ. നല്ലവയോടൊപ്പം കളകളെയും വളരാൻ ദൈവം അനുവദിക്കും എന്നാണല്ലോ. അവസാന ദിവസം അത് വെട്ടിമാറ്റപ്പെടും. അതായത് വേർതിരിക്കപ്പെടും. നല്ലവയെന്നും കളകളെന്നും ദൈവവചനം പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ചോദ്യം അതല്ലാട്ടോ. ലോക ചരിത്രങ്ങളിൽ തെറ്റുപറ്റാത്തവരില്ലെന്ന് വേണിൽ പറയാനാവും. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ. ദ്വിതീയ വ്യക്തിത്വങ്ങളായ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോമിശിഹായിലുണ്ട്. ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനും ഈശോയിൽ ഉണ്ടായിരുന്നു എന്നിവർക്കും അറിയാം. ആയതിനാൽ തെറ്റി പറ്റില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ദൈവത്തിന് എങ്ങനെയാണ് തെറ്റുപറ്റുക? അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിക്ക് പോലും തെറ്റാവരമുണ്ട്. അതായത് അവർക്ക് പോലും തെറ്റുപറ്റില്ല എന്നാണ് 1870 ഫസ്റ്റ് വത്തിക്കാൻ സുനഹദോസിലൂടെ പ്രഖ്യാപിച്ചതും. അപ്പോൾ ഈശോ മിശിഹായ്ക്ക് ഒരിക്കലും തെറ്റുപറ്റാൻ ഒരു സാധ്യതയുമില്ല, തെറ്റുപറ്റില്ല. ഇതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന പല മഹാന്മാരുടെയും ജീവിത കാലഘട്ടങ്ങളിലെ കൃത്യമായ തീയതികൾ വർഷങ്ങളും രേഖപ്പെടുത്തിയതായി നാം ചരിത്രങ്ങളിലൂടെ കാണുന്നു. ഉദാഹരണത്തിന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജനനവും മരണവും തീയതി കൃത്യമായിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പായിരുന്നത്, അതായത് ക്രിസ്തുവിന് മുമ്പ് 356 ജൂലൈ 21 അദ്ദേഹത്തിന്റെ മരണം 323 ജൂൺ 10-11. അങ്ങനെ കൃത്യതയാർന്ന ഡേറ്റ് ഉണ്ട്. അപ്പൊ ക്രിസ്തുവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 386 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റുകളാണത്. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ സാവൂളിനെ കണ്ടെത്തിയത് ക്രൈസ്തവ സഭയുടെ അനുഗ്രഹം തന്നെയാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ 13 ലേഖനങ്ങളാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളത്. പല പഠനങ്ങളിലും 14 എന്നാണ് കാണുന്നത്. അതിൽ ഹെബ്രായർക്കുള്ളതിലെ ശൈലിയിലും രചനയിലും ആഖ്യാനങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അതിന്റെ ഘടനകളിലും അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അത് വിശുദ്ധ പൗലോസിന്റെ തല്ല എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നതും പറയപ്പെടുന്നതും പ്രഖ്യാപിക്കുന്നതും. അതുകൊണ്ട് 13 ലേഖനങ്ങൾ വിശുദ്ധ പൗലോസിലൂടെ ക്രൈസ്തവർക്ക് ലഭിച്ചത് വചനരത്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒന്ന് തന്നെയാണ്. സഭയുടെ ആദിമകാല വളർച്ച, ക്രൈസ്തവർക്കുള്ള ഒത്തിരി ഉപദേശങ്ങള്, വഴികള്, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ ഉൾക്കാഴ്ച തുടങ്ങിയതെല്ലാം ആ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ അരികു പിടിച്ച് തന്നെയാണ്. ഈശോയുടെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കലുകളും അവർക്കായി നൽകിയ ദൗത്യങ്ങളും വളരെ അർത്ഥവത്തായതാണ്, ശരിയായതുമാണ്. യൂദാസ് കറിയോത്തെ പോലും തിരഞ്ഞെടുത്തത് അർത്ഥവത്തായതാണ്, ശരിയായതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി യഹൂദ പ്രമാണികളും പണ്ഡിതരും ആ കാലത്തുണ്ടായിരുന്നു. ആ 12 പേരിൽ ഒരാളെ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ മറ്റൊരു 72 പേരിൽ ഒരാളായിട്ടെങ്കിലും അവരെ പെടുത്തിയിരുന്നെങ്കിൽ, അവരിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ചിന്തിച്ചുള്ളൂ. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കാതിരുന്നത് ഈശോയുടെ
സമത്വ വീക്ഷണങ്ങളും ആകാം. കാരണം ശിഷ്യന്മാരുടെ ഒരേ ലെവലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മീൻപിടുത്തക്കാരും ചുങ്കക്കാരും പാപികളായവരും ഒക്കെയാണ് അതിൽ ഉള്ളത്. ആ തലങ്ങളായിരിക്കാം അദ്ദേഹം സ്വീകരിച്ചത്. അതിനും ഒത്തിരിയധികം കാരണങ്ങൾ ചരിത്രകാരന്മാർക്കും ബൈബിൾ പണ്ഡിതന്മാർക്കും തീർച്ചയായിട്ടും നൽകാനാവും. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ. ഈശോയുടെ ജനന തീയതി, ഈശോയുടെ വിവിധ കാലഘട്ടങ്ങളിലെ ഗണനകൾ നമുക്ക് നടത്താനാകുമായിരുന്നു. കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതെല്ലാത്തിനും കൃത്യത വന്നേനെ. ക്രിസ്മസും ഈസ്റ്ററും പലതിനോടും ചേർത്ത് വെച്ചല്ലേ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. എല്ലാം കൃത്യതയാർന്ന തീയതികൾ അല്ലെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഒരു അറിവുള്ള ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ എഴുതാനും അത് എഴുതി സൂക്ഷിക്കാനും ചരിത്രങ്ങളാക്കാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പീലാത്തോസിന്റെ ബുക്കിൽ, വിധിവാചകം എഴുതിയ ബുക്കിൽ, എന്തായാലും എഴുതാതൊന്നും പോവില്ല നിയമങ്ങൾ. ആ പീലാത്തോസിന്റെ ആ ബുക്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ കുരിശാരോഹണവും വിധിയും അതോടൊപ്പം പീഡാനുഭവങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ആ പുസ്തകത്തിൽ ആ ഡേറ്റ് കൃത്യമായിരിക്കാം. ഈശോയും ഈശോയുടെ ജീവിതവും വചനങ്ങളും അത്ഭുതങ്ങളും കാലത്തിന് അതീതങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചരിത്രത്താളുകളിൽ ഒരുപക്ഷെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെ കൃത്യതയായിട്ട് എഴുതുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അതുണ്ടാകുമായിരുന്നു. ഇപ്പൊ ഈശോ പറയുകയാണ് മത്തായിയോട്, ലൂക്കായോട് അല്ലെങ്കിൽ യോഹന്നാനോടൊക്കെ പറയുകയാണ്, നീ കൃത്യമായ ഡേറ്റ് ഇട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എഴുതുമായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് നഷ്ടമായി. വിശ്വാസത്തിൽ പലപ്പോഴും പലരും കൂടെ ചേർക്കുന്നതും ചിന്തിക്കുന്നതും അകറ്റി നിർത്തുന്നതും ഇതുപോലുള്ള ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ്. പല സഭകൾ, ആയിരക്കണക്കിന് സഭ നമ്മൾക്ക് ഉണ്ടായതും ഇതുപോലുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ക്രൈസ്തവ സഭയിൽ ഇത്രയധികം സഭകൾ ഉണ്ടാകേണ്ട കാരണം. പിന്നെ ചിലരുടെ സ്വാർത്ഥമായ ചിന്താഗതികളും അതിൽ വന്നിട്ടുണ്ടാവണം. പോട്ടെ, യുക്തിവാദങ്ങളും മറ്റു വാദമുഖങ്ങളും ഒരുപക്ഷെ ഈ കൃത്യതയുണ്ടെങ്കിൽ വായടക്കുമായിരുന്നു. സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പോലും നമുക്ക് പോന്തിയോസ് പീലാത്തോസിന്റെ പേര് മാറ്റാമായിരുന്നു. എന്തുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പോന്തിയോസ് പീലാത്തോസിന്റെ പേര് കയറ്റിയത്? ആ ചരിത്രഗണനയെ മനസ്സിലാക്കാനാണ്. കാരണം പോന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്ന ഒരു ഗവർണർ റോമിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതെന്നും പീഡാസഹനം ഏൽക്കേണ്ടി വരുന്നതെന്നും ആ കാലങ്ങൾ വെച്ചുകൊണ്ട് ഈശോയുടെ കാലഘട്ടത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്താനാകും, വിശ്വാസത്തിൽ രേഖപ്പെടുത്താനാകും, വിശ്വാസത്തിൽ ചേർത്ത് നിർത്താനാകും, ക്രൈസ്തവരുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കാനാകും എന്ന് അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പോന്തിയോസ് പീലാത്തോസിന്റെ പേര് ചേർത്തത്. അല്ലാതെ അദ്ദേഹം വിശുദ്ധനായതുകൊണ്ടൊന്നല്ല എന്ന് ചിന്തിക്കുക. കാലങ്ങളുടെ കൃത്യതയ്ക്കായെങ്കിലും ഒരാൾ കൂടിയാകാമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ, ഇതിലൂടെ പറഞ്ഞുള്ളൂ. ക്ഷമിക്കണേ. ഈശോ മിശിഹായ്ക്ക് ഒരിക്കലും തെറ്റില്ല. ശരിയായ മാവ് തന്നെയാണ് വലിയൊരപ്പത്തിനായി ഈശോ തിരഞ്ഞെടുത്തത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ദൈവം നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലേക്ക് ചോദ്യങ്ങളുമായും ഉത്തരങ്ങളുമായും എത്താം. നമ്മൾ കാണാത്ത ചോദ്യങ്ങൾ ഒത്തിരി ബൈബിളിലായാലും പുരാണങ്ങളിലായാലും ഉണ്ട്. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഉത്തരത്തെ കണ്ടെത്താനാവും. പഠനങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, റഫറൻസുകളാണ് പഠനങ്ങളാവുന്നത്. അതാണ് നിങ്ങൾക്കായി നൽകുന്നതും. തെറ്റിപ്പറ്റാം, എനിക്കും നമ്മൾക്കും. കേൾക്കണേ, അതിലൂടെ നിങ്ങൾക്ക് ശരിയെ കണ്ടെത്താനാവും. ഒത്തിരി പഠനങ്ങളുണ്ട്, റഫറൻസുണ്ട്. ഓക്കെ, ബൈ. താങ്ക് യു.